Is it visible? Yes, sir. Okay. Now we come to the next section of our sampling procedures. We have two type of sampling procedures. One is probability sampling, and the second one is non-probability sampling. Okay. So the name itself says something about the sampling. Probability sampling means there is some probability associated with selection of units. Okay. There will be some probability mechanism for the selection of the units. So if the units in the sample are selected using some probability mechanism, then such procedure is called probability sampling. Okay. So what will be the non-probability sampling? Yeah, with the procedure of selecting a sample without using any probability mechanism is called non-probability sampling. For example, suppose we are deciding to collect some sample, and we are going to a class, and we are not taking randomly but taking the information purposely. That means നമ്മൾ നേരത്തെ തന്നെ നിശ്ചയിച്ച് റാൻഡമായിട്ട് എടുക്കുന്നില്ല, പകരം ഒരു ഗ്രൂപ്പിനെ നിശ്ചയിച്ച് ആ ഗ്രൂപ്പിലേക്ക് പോയി അവിടുന്ന് ഡാറ്റ എടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ റാൻഡമായിട്ട് തന്നെ എടുക്കുന്നു, എല്ലാവരും കുറച്ച് പേരുടെ ഡാറ്റ എടുക്കുന്നു. സോ ദാറ്റ് ഈസ് യൂഷ്വലി കോൾഡ് പർപ്പസീവ് സാമ്പിളിംഗ് ഓർ കൺവീനിയൻസ് സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അതിലൊരു റാൻഡംനെസ് വന്നു. പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അതിലൊരു പർപ്പസ് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്നൊക്കെ പറയും. സോ ദർ ഈസ് നോ പ്രോബബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ്. ക്വാട്ട സാമ്പിളിംഗ് അത് നമ്മൾ നേരത്തെ ആളുകളെ നിശ്ചയിക്കും, അതിനുശേഷം അവരുടെ അടുത്ത് പോയി ഡാറ്റ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഫിക്സ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് we shall consider a population, and we will select randomly. Randomness is importance. Okay, we will select the individuals or units randomly from the population. Okay, from the specific. അവിടെ പോപ്പുലേഷൻ മാത്രമേ സ്പെസിഫൈ ചെയ്യൂ. ഇപ്പോൾ നമ്മുടെ കോളേജിലെ എല്ലാ ക്ലാസ്സുകളിൽ നിന്നും ഈ 2 പേരെ എടുക്കണം എന്നാണ് നമ്മുടെ തീരുമാനം എന്ന് വിചാരിക്കുക. സോ ദാറ്റ് 2 person will be selected randomly from each class. So that randomness induces some probability. Okay, that randomness induces some probability. So that procedure, the procedure associated with this random sampling is called probability sampling. Okay. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ടീച്ചേഴ്സിൻ്റെ എല്ലാവരും ഡാറ്റ എടുക്കണം. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് പോകണം, നേരത്തെ തന്നെ പോകണം. പകരം നമുക്കിങ്ങനെ വിചാരിക്കാം, ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികളിൽ ഒരു 10 പേരുടെ ഡാറ്റ എടുക്കുക. ആ 10 പേരെ എങ്ങനെ സെലക്ട് ചെയ്യുക? റാൻഡമായിട്ട് എടുക്കുക. സോ ദാറ്റ് റാൻഡം സെലക്ഷൻ വിൽ ഇൻഡ്യൂസ് സം പ്രോബബിലിറ്റി ഫോർ ദിസ് സെലക്ഷൻ. ഓക്കെ. So probability sampling, once again I read the definition. If the units in the sample are selected using some probability mechanism, that means randomly, such a procedure is called probability sampling. And the procedure of selecting a sample without using any probability mechanism is termed as non-probability sampling. Okay, ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ മാത്രം നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്, ഡാറ്റ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് അതിൽ പ്രത്യേകിച്ച് റാൻഡംനെസ് ഒന്നുമില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നരഭോജികളായ ആളുകളുടെ ഡാറ്റ എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീൻ്റെ ഡാറ്റ എടുക്കാൻ പോവാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഡാറ്റ എടുക്കും. അതിൽ പ്രത്യേകിച്ച് റാൻഡംനെസ് ഒന്നുമില്ല. അത് ജസ്റ്റ് നമ്മൾ പോകുന്നു, അവരുടെ ഡാറ്റ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോപ്പുലേഷൻ ആരുടെ ഡാറ്റയും എടുക്കുകയാണ്. മനസ്സിലായി? സോ അത് ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, അതുപോലെ തന്നെ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നൊക്കെ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നൗ സോ പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വി കൺസിഡർ ഇവിടെ 2 ഡെഫിനിഷൻ ഉണ്ട്. ഇൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഈച്ച് എലിമെന്റ് ഓഫ് എ പോപ്പുലേഷൻ ഹാസ് എ പ്രീ അസൈൻഡ് നോൺ സീറോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ, നോട്ട് ഓൺലി ഗവേൺഡ് ബൈ ദ ചാൻസ് അലോൺ. അപ്പോൾ അതിനൊരു സാമ്പിളിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഒരു പ്രോബബിലിറ്റി ഉണ്ടാവും. ദർ ഇസ് എ ചാൻസ് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദ സാമ്പിൾ. ഓക്കെ. Hence, probability sampling procedure tend to become rigorous and at time quite time consuming. കാരണം നമ്മളെല്ലാവരും കൺസിഡർ ചെയ്യണം, അതിൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും.
The advantages of using probability sampling procedure is that it is possible to quantify the magnitude of the likely error in inferences. Okay, inferences error കണ്ടുപിടിക്കാൻ ഈ probability sampling ഉപകരിക്കും. But in non-probability sampling, any sampling process which does not ensure some non-zero probability for each element in the population to be included in the sample without sample would belong to the category of non-probability sampling. Okay. അതിന് പ്രത്യേകിച്ച് ചാൻസ് ഒന്നുമില്ല, സെർട്ടൈൻ ആണ്, മനസ്സിലായി, അതെന്തായാലും അത് ആ സാമ്പിളിൽ ഉണ്ടാവും, അത് പർപ്പസീവാണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയും. In this case, the samples may be picked up based on the judgment or convenience of the enumerator. The factors like judgment or convenience can also be introduced bias. പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ അതിന് ബയസ് ഉണ്ടാവും അല്ലേ, നമ്മളൊരു വ്യക്തിയെ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് എടുക്കുമ്പോൾ so there will be some bias. So which method is more appropriate? Probability sampling method is more good because that does not involve any bias. നമ്മൾക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു ബയസ് ഇല്ല, ഒരു എന്താണ് പ്രത്യേകമായൊരു മമതയൊന്നുമില്ല. പ്രോബബിലിറ്റി സാമ്പിളിൽ എല്ലാവർക്കും തുല്യ പരിഗണന, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു പ്രോബബിലിറ്റി, അതാണ് പ്രോബബിലിറ്റി സാമ്പിളിൽ വരുന്നത്. So that is the difference between probability sampling and non-probability sampling. Now let us consider what are the different methods of probability sampling. There are several methods available, but we are considering only 4 methods here. That is, one is simple random sampling, second one is systematic sampling, third one is stratified sampling, the fourth one is cluster sampling. So how can we know about these sampling procedures? So I will give one example. I will draw one figure that will be helpful for understanding the population has some n number of capital N number of n units. Okay, so that n units may be this one, this one, this one, this one, this one, etc. This one. Okay, so the n units is distributed over this region. Now suppose we want to have a sample of size smaller. Okay, suppose we want to have a sample size. How can we select? Yeah, you can select randomly. Take this. Sorry. Randomly you can select this one or this one or this one, etc. randomly, maybe according to some random procedure. For example, mark the numbers 1 2 3 1, this one is 2, ആ സ്കോളേഴ്സിനെ അവരുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ ചിലരുടെയൊക്കെ സ്റ്റുഡൻറ്റ് ലോഗിനിലാണ് കിടക്കുന്നത്. അല്ല, ഈ പബ്ലിക്കേഷൻ പ്രസൻറ്റേഷനൊക്കെ എന്ത് ചെയ്യും? അല്ല സ്റ്റാഫ് ലോഗിൻ വഴി കുട്ടികൾ ചെയ്യാറില്ലെന്ന് പറഞ്ഞു. പക്ഷെ ചിലരുടെ സ്റ്റുഡൻറ്റ് ലോഗിനിലാണ് കിടക്കുന്നത്.
ലോഗിൻ ചെയ്യുമ്പോൾ ഓപ്പൺ ആവുന്ന സ്റ്റുഡൻറ്റ് ലോഗില്ല. അങ്ങനെയാണ് കേട്ടിട്ടുണ്ടേ. അത് ചില സ്റ്റുഡൻസിന് സ്റ്റുഡൻറ്റ് ലോഗിനാണ് കിടക്കുന്നതെന്ന്. ഞാൻ പിന്നെ വിളിക്കാം, ക്ലാസ്സിൽ വിളിക്കാം. So let it be 1, 2, this one is 3, etc. up to n. Okay. 1, 2, 3, etc. n. So no, not this one. This is capital N, and you are collecting n number of units that we can from this capital N units. That is one. This is second observation. This is last nth observation. So we have selected small n number of units from this capital N number of units using some random procedure. നമ്മൾ ഒരു ലോട്ട് എഴുതിയിടുക, എന്നിട്ട് ആ ലോട്ടിൽ നിന്ന് നമ്മളൊരു സ്മോൾ എൻ നമ്പർ സെലക്ട് ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെയാണ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുക. സോ ദിസ് പ്രൊസീജിയർ ഈസ് കോൾഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ലോട്ട് എഴുതി ഇപ്പോൾ ക്യാപിറ്റൽ എൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ നമ്പർ ഓഫ് എൻ യൂണിറ്റ്സ് സ്മോൾ എൻ നമ്പർ ഓഫ്, ഇപ്പോൾ 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ 5 എണ്ണം വേണ്ടെങ്കിൽ നമ്മൾ 10 നമ്പർ ഡോട്ടായിട്ട് എഴുതിയിടുക, എന്നിട്ട് അതിൽ നിന്ന് 5 നമ്പർ സെലക്ട് ചെയ്യും. ആ 5 നമ്പറിൻ്റെ കറസ്പോണ്ടിങ് സാമ്പിൾസ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ സാമ്പിളായിട്ട് എടുക്കുക. ഓക്കെ, സോ ദാറ്റ് പ്രൊസീജിയർ ഈസ് കോൾഡ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഫോർ എക്സാമ്പിൾ, suppose there are 10 units. Okay, 10 students or 10 number of units. You want to select 5 number of units. Randomly select any one of these numbers. Let it be 4. Next maybe 6, maybe 2, maybe 9, 8, maybe 9. So ഇത്ര നമ്പേഴ്സ് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ ഈ നമ്പേഴ്സിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഡാറ്റ നമ്മൾ എഴുതിയെടുക്കും. So this procedure is called simple random sampling. Okay, പിടികിട്ടിയോ? ആൽവിൻ, ആൻഡ്രിയ, ഗായത്രി, പിടികിട്ടിയോ? മനസ്സിലായോ? Hello? Okay. So this one is simple random sampling. Okay, this procedure is called simple random sampling. Let us consider stratified sampling. What is stratified sampling? For that we will consider another population. This is the population. Size of the population is capital N. We can subdivide this population into different stratas. ഡിഫറെൻറ്റ് സ്റ്റാറ്റസ് പറയുമ്പോൾ ഓരോ സ്റ്റാറ്റയും ഹോമോജീനിയസ് ആയിരിക്കണം. ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിന് നമ്മൾ 14 ഡിസ്ട്രിക്റ്റ് ആയിട്ട് തിരിക്കുന്നു. 14 ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അതിൽ സ്ട്രാറ്റ 1, this is strata 2, etc. Suppose we want to select a sample of size small n.
sample size. What we will do? We will select small n1 number from strata 1 by simple random sampling, small n2 number from strata 2, etc. Small nk number from strata k. ഓരോ സ്ട്രാറ്റയിൽ നിന്നും നമ്മൾ ഒരു സ്പെസിഫൈഡ് നമ്പർ n1 നമ്പർ ഫസ്റ്റ് സ്ട്രാറ്റയിൽ നിന്ന്, n2 നമ്പർ സെക്കൻഡ് സ്ട്രാറ്റയിൽ നിന്ന്, എക്സെട്ര nk നമ്പർ kth സ്ട്രാറ്റയിൽ നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഈ സ്ട്രാറ്റയിലുള്ള എല്ലാവരും നമ്പറുകൾ നമുക്ക് ലോട്ടായിട്ട് 1 2 2 അങ്ങനെ ഒരു 10 10 നമ്പർ 10 യൂണിറ്റുകൾ. ഇനി 11 മുതൽ ഇവിടെയാണ് 11 12 17 വിചാരിക്കുക. അങ്ങനെ പോയി അവസാനം ഒരു 100 ആളുള്ളെങ്കിൽ ചിലപ്പോൾ ഇവിടെ അതുവരെയുള്ളത് ഇനി 93 ആരംഭിക്കും, 94. അത് ഞാൻ എൻ്റെ ഇതിൽ എഴുതാട്ടോ, അത് അങ്ങനെയാണെന്നൊന്നുമില്ല. അങ്ങനെ അവസാനം 100ാമത്തെ വരും. അപ്പോൾ ക്യാപിറ്റൽ N ഈക്വൽ ടു എത്രയാണ് എടുത്തിരിക്കുന്നത്? 100 എടുത്താൽ 100 ഡാറ്റ മൊത്തം പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ക്ലാസ്, ഇപ്പോൾ മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ എത്ര കുട്ടികൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിൽ എത്ര കുട്ടികൾ, കെമിസ്ട്രിയിൽ എത്ര കുട്ടികൾ, അങ്ങനെ ടോട്ടൽ എണ്ണം എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നിനും ഒരു n1 സാമ്പിൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യും. മനസ്സിലായി? n1 n2 ഇതിൽ നിന്ന് n2 എടുക്കും, എക്സെപ്റ്റ് ലാസ്റ്റ് നിന്ന് nk നമ്പർ എടുക്കും. അപ്പോൾ ടോട്ടൽ എത്ര സാമ്പിൾ ഉണ്ടാവും? അപ്പോൾ ടോട്ടൽ സാമ്പിൾ സൈസ് പറഞ്ഞാൽ n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര അതെത്രയായിരിക്കും? നമ്മൾ ഉദ്ദേശിച്ച n എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും. നമ്മൾ ആ പോപ്പുലേഷനിൽ നിന്ന് മൊത്തം എടുക്കേണ്ട നമ്പർ n ആണ്. ഓരോ സ്റ്റാർട്ടിയുമായിട്ട് തിരിച്ച് നമ്മൾ ഓരോന്ന് സ്റ്റാർട്ടിൽ നിന്ന് സാമ്പിൾ എടുക്കും. ഈ സ്റ്റാറ്റയുടെ പ്രത്യേകം എന്തായിരിക്കും? ഹോമോജീനിയസ് ഗ്രൂപ്പ് ആയിരിക്കും. മനസ്സിലായി? ഈ പോപ്പുലേഷൻ മൊത്തം ഹെറ്ററോജീനിയസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ നമ്മൾ ഹോമോജീനിയസ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഈ സബ് ഗ്രൂപ്പുകളെല്ലാം ഹോമോജീനിയസ് ആയിരിക്കും. പക്ഷെ പോപ്പുലേഷൻ മൊത്തം നോക്കുമ്പോൾ മനസ്സിലായില്ലേ? പോപ്പുലേഷൻ മൊത്തം നോക്കുമ്പോൾ ഹെറ്ററോജീനിയസ്. കാരണം ഇതിപ്പോൾ മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും, ഇത് അവസാനം ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും. അങ്ങനെ എക്സാമ്പിളാണ് അത്. അപ്പോൾ അതേപോലെ നമ്മൾ പക്ഷേ ഈ മാത്സ് ഗ്രൂപ്പുള്ള എല്ലാവരും ഹോമോജീനിയസ് ആയിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്സുള്ളവരും ഹോമോജീനിയസ് ആയിരിക്കും, ഇംഗ്ലീഷുള്ളവരും എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് ഹോമോജീനിയസ്. പക്ഷേ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ്. So this heterogeneous group can be divided into homogeneous subgroups, and each subgroups we will take from each subgroup we will take a random sample of size small n1, small n2, etc. small nk, such as that n1 plus n2 plus etc. nk is equal to the required number of sample. So this procedure is usually called a stratified random sampling. Stratified random sampling. So I will share with your WhatsApp to this one, stratified sampling. Now we consider next is, what was the next one? Systematic sampling. The third one is stratified sampling. Now with the second one, systematic sampling. Okay. In systematic sampling, we will consider population. Okay, the population size is capital N, and we will
divide the population into equal parts. Remember that should be equal. This will be having അവസാനം ലാസ്റ്റത്തെ ഇത്. So this number will be suppose you want n number of sample, you can divide, suppose this one is k, so there are k number of observation in this subsample. This also contains k number of sample, etc. This also contains k number of sample. Okay, suppose let us number this one. Okay, 1 2 3 4 5 etc. k, another k ആണുള്ളത്. So ഇതിൽ homogeneity heterogeneity ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് നമ്പറിന്റെ കളി മാത്രം. Next one will be k plus 1, k plus 2, etc. Last 2k, etc. അവസാനം എന്ത് വരും? ഏറ്റവും അവസാനത്തത് nk ആയിരിക്കും, n into k, ഏറ്റവും അവസാനത്തെ നമ്പർ. അപ്പോൾ അതിന് തൊട്ടുമുമ്പോൾ എന്തായിരിക്കും? nk minus 1. അപ്പോൾ അതിന് മുമ്പുള്ളതോ എവിടെ സ്റ്റാർട്ട് ചെയ്യുക, എക്സെട്ര. എവിടെ സ്റ്റാർട്ട് ചെയ്യുക? nk നിന്ന് k കുറച്ചാൽ മതി. അപ്പോൾ n minus 1 into k, n minus 1 into k plus 1, n minus 1 into k plus 1. ഇത്ര ഒബ്സർവേഷൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിലും k നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാവും. ഓക്കെ, k നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. Okay, so these are the sample number. Now the procedure is, നമ്മളെ ഓരോ ഗ്രൂപ്പിലും സബ് ഗ്രൂപ്പിലും നമ്മൾ k നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എടുക്കേണ്ടത് n നമ്പർ ഓഫ് സാമ്പിൾ ആണ്. n എന്ത് ചെയ്യും? ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ പറഞ്ഞു ഫിക്സ് ചെയ്യും. ഏതാണ് ഫിക്സ് ചെയ്യുക? ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ റാൻഡ് ആയിട്ട് എടുക്കും. For example, suppose you fix 2. Okay. So you fix 2. So the next number will be next sample will be k plus 2th item, etc. അപ്പോൾ എല്ലാ സബ് ഗ്രൂപ്പിലും രണ്ടാമത്തെ ഐറ്റം എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഐറ്റം എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു n സൈസ് ഉള്ള ഒരു സാമ്പിൾ കിട്ടി. ഇത് 1 2 3 എക്സെട്ര സാമ്പിൾ കിട്ടി. ഇനി നമുക്ക് വേറൊരു സാമ്പിൾ എങ്ങനെ എടുക്കാം? ഇപ്പോൾ kth ഐറ്റം റാൻഡായിട്ട് കിട്ടിയിരിക്കുക. ആദ്യത്തെ നമ്മൾ റാൻഡായിട്ട് എടുക്കും. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് എടുക്കും 2kth ഐറ്റം അല്ലേ, അവസാനത്തേന്ന് nkth ഐറ്റം, ഇങ്ങനെ എടുക്കും. അപ്പോൾ വീണ്ടും നമുക്കൊരു n നമ്പർ ഓഫ് സൈസുള്ള ഒരു സാമ്പിൾ കിട്ടി. So this procedure is called systematic sampling. Once again I will repeat, we will divide the population into equal parts and we will number
to each and every unit, and we will select one unit randomly from first subgroup, and then we will collect the number corresponding to the same position in the subgroups. So that procedure, you will get n number of observations. Okay, the randomness will be starting at the first selection. First selection മാത്രമാണ് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുക. Okay. Let me try one example. Let us take this photo. Suppose a minute. Before that, let me take this. Yeah. Suppose you want to select a sample of size. Here we have 1, 2, 3, 4, 5, 6, 7, 8, 9 റോ ഉണ്ട്. ഓക്കെ, അപ്പോൾ 9 ഗുണിക്കുന്ന 2 18 കുട്ടികളുണ്ട്. സോ യു ക്യാൻ സെലക്ട് ദ, ഇതിപ്പോൾ ഒരു റോ ആണെന്ന് വിചാരിക്കുക, ഒരു ബ്ലോക്കാണെന്ന് ചെയ്യുക. ഒരു ബ്ലോക്കിൽ 2 പേര് വീതമുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഒന്നാമത്തെ കുട്ടീനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടീനെ സെലക്ട് ചെയ്യാം. ഈ കുട്ടീനെ സെലക്ട് ചെയ്താൽ നമ്മൾ അടുത്ത ഏത് കുട്ടീനെ സെലക്ട് ചെയ്യണം? ഈ കുട്ടീനെ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഈ കുട്ടീനെ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ആദ്യത്തെ കുട്ടി. ഓക്കെ, ഇവിടുന്ന് ഈ കുട്ടി, ഇവിടുന്ന് ഈ കുട്ടി, ഇവിടുന്ന് ഈ കുട്ടി, ഇവിടുന്ന് ഈ കുട്ടി, ഇവിടെ ഒരാളേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ എടുക്കും. സോ ഈ കുട്ടികളുടെ കളക്ഷനായിരിക്കും ഒരു സാമ്പിൾ എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് സാമ്പിൾ. അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടീനെ സെലക്ട് ഇപ്പം റൗണ്ട് വെക്കാത്ത ഇത് കുട്ടികൾ നമ്മുടെ സാമ്പിളിൻ്റെ ഭാഗമായി മാറും. ഓക്കെ, so that is an example of systematic sample. Okay, now we consider the last one is cluster sampling. So what is cluster sampling? Yeah, we will have some population, and suppose this population is say
collection of clusters. Okay, so ഇതിൽ ഓരോന്നിലും നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ N. ഇവിടെ നമുക്ക് N1 ഒബ്സർവേഷൻ ഉണ്ടാവും, ഇവിടെ N2 ഒബ്സർവേഷൻ ഉണ്ടാവും, പിന്നെ ഇവിടെ N3 ഒബ്സർവേഷൻ, N4, ഇവിടെ N5, ഇവിടെ N6, ഇവിടെ N7. So altogether we have capital N, that is capital N equal to N1 plus N2 plus N3 plus N4 plus N5 plus N6 plus N7. So altogether we have total N1 plus N2 plus N7 equal to capital N. Now we select random number of clusters. These are called clusters. These are called clusters. We will select the clusters. For example, suppose you have selected this one. So we will collect the information of all the units in this cluster. നമ്മുടെ കോളേജിനെ നമുക്ക് ക്ലസ്റ്റർ ആയിട്ട് തിരിക്കാം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ക്ലസ്റ്റർ. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ ലോട്ടിൽ വീണതെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കുട്ടികളും ഡാറ്റ എടുക്കും. സപ്പോസ് ദിസ് ഈസ് എ സെക്കൻഡ് ക്ലസ്റ്റർ വി ഹാവ് selected, so we will collect all the information, all the data of the units, all the units of this cluster. Suppose you have selected this one. So നമ്മൾ ഏത് ക്ലസ്റ്റർ ആണ് സെലക്ട് ചെയ്യുന്നത് ആ ക്ലസ്റ്ററിലുള്ള എല്ലാത്തിൻ്റെയും ഇൻഫർമേഷൻ എടുക്കും. ഓക്കെ, അതിൽ പിന്നെ റാൻഡം സെലക്ഷൻ ഇല്ല. നമ്മൾ ഈ ക്ലസ്റ്റർ ലൊക്കേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലസ്റ്ററിലെ എല്ലാത്തിൻ്റെ എടുക്കും. സോ ദാറ്റ് പ്രൊസീജിയർ ഈസ് കോൾഡ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. I think you got some idea about simple random sampling, systematic sampling, stratified sampling and cluster sampling. Okay, so here you can see the example and interpretation. Simple random sampling. So methods ഒക്കെ പറയുന്നുണ്ട്, നമുക്ക് വായിക്കാം. So let us consider first one, simple random sampling. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഞാനിപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ ഹിബ, മനസ്സിലായോ? ഐറിൻ മരിയ ക്ലിയർ ആയോ? Okay, now we go in detail about these four procedures. Simple random sampling. Simple random sampling is a process which ensures that each of the samples have an equal probability of being picked up as a chosen sample. കാരണം നമ്മൾ റാൻഡം ആയിട്ട് എടുക്കും, ആർക്കും പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നും കൊടുക്കും. So if we are selecting randomly and we are picking up the information randomly and without giving any preference. Okay. Also it can be defined as a sampling scheme in which each element of the population has an equal probability of getting included in the sample. അപ്പോൾ എല്ലാ എലിമെൻറ്റിനും ആരെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പോയിട്ട് റാൻഡം സെലക്ഷൻ നടത്തുമ്പോൾ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലേ? റാൻഡം ആയിട്ട് എടുക്കുമ്പോൾ. സോ ദാറ്റ് ഈസ് ഈക്വൽ ചാൻസ് ഓഫ് ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. ഇനി അതിൽ തന്നെ വേറെ രണ്ട് സബ് ഡിവിഷൻ ഉണ്ട്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായി? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റ് ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളൊരു സാമ്പിൾ എടുത്ത് ഒരു കുട്ടീനെ വിളിച്ചു, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എടുത്തു, ആ യൂണിറ്റിനെ നമ്മൾ അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മളത് ആ പോപ്പുലേഷനിലേക്ക് തിരിച്ചു വിട്ടു.
അപ്പോൾ നമ്മൾ അടുത്ത യൂണിറ്റ് എടുക്കുമ്പോൾ ഒരു പക്ഷേ ആ യൂണിറ്റ് തന്നെ വീണ്ടും വരാം. ഉദാഹരണത്തിന് നമ്മൾ കടുവകളെ കുറിച്ച് പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മീനുകളെ കുറിച്ച്. നമ്മൾ മീനുകളെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മീനുകളെ പിടിച്ച് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല, ജീവനുള്ള മീനുകളാണെങ്കിൽ. അപ്പോൾ എന്താണ്, ആ മീനിനെ എടുത്തതിന് ശേഷം പെട്ടെന്ന് അതിൻ്റെ ലെങ്ത്ത് വിഡ്ത്തൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ വെള്ളത്തിലേക്ക്, കുളത്തിലേക്ക് അതിനെ വിടും. വീണ്ടും നമ്മൾ മീൻ പിടിക്കും. ചിലപ്പോൾ നമ്മൾ ആദ്യം പിടിച്ച മീൻ തന്നെയായിരിക്കും ചിലപ്പോൾ നമുക്ക് വീണ്ടും കിട്ടുന്നത്. സോ ദാറ്റ് പ്രൊസീജിയർ ഈസ് കോൾഡ് വിത്ത് റീപ്ലേസ്മെന്റ്. ഓക്കെ, നമ്മൾ ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ യൂണിറ്റിൻ്റെ ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം വീണ്ടും ആ പോപ്പുലേഷനിലേക്ക് നമ്മൾ തിരിച്ച് അതിന് വിടും. അതിനെയാണ് നമ്മൾ പറയുക വിത്ത് റീപ്ലേസ്മെന്റ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. So what will be without replacement? Yeah, we will select a unit and collect the information from that unit, and we will not replace that unit into the population before the second selection. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സെലക്ഷന് മുമ്പ് അതിനെ നമ്മൾ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യില്ല. സോ ദാറ്റ് ഈസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഒരു യൂണിറ്റിൻ്റെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഡാറ്റ ആ യൂണിറ്റ് പിന്നെ എടുക്കില്ല, നമ്മൾ പിന്നെ എടുക്കില്ല. അതാണ് നമ്മൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. So I think the idea is clear. So there are two simple random procedures: simple random sampling with replacement and without replacement. Okay. If the items selected are not replaced into the population, then the simple random sampling without replacement. Whether it is a with replacement or without replacement, each element has an equal probability of getting included in the sample. With without ayalum ഒരു സാമ്പിളിൻ്റെ ഒരു ഭാഗമാകാൻ ഉള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈക്വൽ പ്രോബബിലിറ്റി ആയിരിക്കും. ഓക്കെ, സോ ഹിയർ വി ആർ കൺസിഡറിങ് an example that A, B, C, D, E respectively denote the units in a population n equal to 5. And suppose we want to select small n equal to 3 number of sample of size 3 taken from the suppose the sample size is small n is equal to 3. So 5 ഉണ്ട്, 5 3 എടുക്കണം. So how many possibilities are there? We will have 5C3 possibilities, that is 10 different samples we can obtain, 10 different samples. Okay, so first one may be ABC, ABD, ABE, ACD, ACE, ADE, BCD, BCE, BDE, CD. അപ്പോൾ അത്രയും 10 കോമ്പിനേഷൻ ഉണ്ടാവും, മനസ്സിലായില്ലേ? ഈ 10 കോമ്പിനേഷൻ നമുക്ക് കിട്ടും. 5 എണ്ണത്തിൽ നിന്ന് 3 എണ്ണത്തിൻ്റെ 10 ഗ്രൂപ്പ്, 3 എണ്ണമുള്ള 10 എണ്ണം നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈച്ച് സാമ്പിൾ ഓഫ് സൈസ് 3 ഹാസ് എ സെയിം പ്രോബബിലിറ്റി 1/10 ടു ബി ചൂസൺ. അപ്പോൾ നമുക്ക് 10 എണ്ണം ഉള്ളതുകൊണ്ട് ഈ 10 എണ്ണത്തിൽ നിന്ന് ഏത് വേണമെങ്കിൽ നമുക്കൊരു സാമ്പിളായിട്ട് കണക്കാക്കാം. അതുകൊണ്ട് ദ പ്രോബബിലിറ്റി ഈസ് 1/10. ഓക്കെ, ദാറ്റ് ഈസ് 1/NCN ദാറ്റ് ഈക്വൽ 1/10. Now let us consider a unit A. നമ്മുടെ കയ്യിൽ A, B, C, D, E ഉണ്ട്. A കൺസിഡർ ചെയ്യാം. അപ്പോൾ A എത്ര യൂണിറ്റിൽ വരാം, ഏതൊക്കെ ഗ്രൂപ്പുകളിൽ വരാം? ഇവിടെ നോക്കിയാൽ അറിയാം. A ഉള്ള ABC ഉണ്ട്, ABD ഉണ്ട്, ABE ഉണ്ട്, ACD ഉണ്ട്, ACE ഉണ്ട്, ADE ഉണ്ട്. അപ്പോൾ 1 2 3 4 5 6 സാമ്പിളിൽ A വരാം. സോ പ്രോബബിലിറ്റി ഓഫ് A ഈക്വൽ ടു probability of ABC plus probability of ABD plus probability of ABE plus probability of ACD plus probability of ACE plus probability of ADE. അതിന് ഓരോന്നിനും 1/10 ആണ് പ്രോബബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം 1/10 plus 1/10 plus 1/10 plus 1/10 plus 1/10 plus 1/10 that equal to 6 times 1/10, that is 6/10. ഓക്കെ, ഈ എയും ബിയും സിയും ഡിയും ഒക്കെ ഇതേപോലെ തന്നെയാണ് അല്ലേ? എല്ലാത്തിനും ഇതേ ആർഗ്യുമെന്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ബി ഉള്ള 6 ഉണ്ടാവും, സി ഉള്ള 6 ഉണ്ടാവും, ഡി ഉള്ള 6 ഉണ്ടാവും, ഇ ഉള്ള 6 ഉണ്ടാവും. സോ നമുക്ക് എല്ലാത്തിനും ഈ പ്രോബബിലിറ്റി തന്നെ കിട്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, സോ the probability of a unit is included in the sample of size n is
സ്മോൾ എൻ ബൈ ക്യാപിറ്റൽ എൻ ആണ്. അപ്പോൾ സ്മോൾ എന്ന് പറഞ്ഞാൽ 6ഉം ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ് എന്നും ആണ്. മനസ്സിലല്ലേ? അപ്പോൾ 3/5 പകരം നമ്മളിവിടെ 6/10 എഴുതി. 3/5 6/10 മീൻസ് 3/5. സോ ദിസ് ഈസ് ദ ഫോർമുല n by n. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല മെത്തേഡ് ഉണ്ട് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സാമ്പിൾ സെലക്ഷന് വേണ്ടിയിട്ട് പല മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ ആ മെത്തേഡുകളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ എന്താണ്? ലോട്ടറി മെത്തേഡാണ്. മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, സോ വാട്ട് ഈസ് ലോട്ടറി മെത്തേഡ്? നമ്മൾ സാധാരണ ഒരു ഓണാഘോഷമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കളികൾ കളിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഒരു കടലാസ് മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിക്കും അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? അതെല്ലാം കൂടി മടക്കിയിട്ട് നമ്മളൊരു കുപ്പിക്കകത്തിടും അല്ലെങ്കിൽ ഒരു പാത്രത്തിലിടും, നമ്പർ എഴുതിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ കൈയിട്ടെടുക്കും, കുടുക്കയിൽ കൈയിട്ടെടുക്കും. അപ്പോൾ അതിൽ കിട്ടുന്നവരൊക്കെ എന്തായി? നമ്മുടെ അല്ലെങ്കിൽ അത് കളിക്കേണ്ട ആളുകളൊക്കെ ആയിട്ട് മാറും. അതാണ് ഇവിടുത്തെ മെത്തേഡ്, ലോട്ടറി മെത്തേഡ്. In a lottery method of drawing a simple random sample of size n identical chits are prepared. അത്രയും പേപ്പറുകൾ എടുക്കും. 1 chit for each number of population. എന്നിട്ട് നമ്പർ എഴുതും, അല്ലെങ്കിൽ നമ്മുടെ പേരുകൾ എഴുതും. The chits are put in a box, thoroughly shuffled, and chits are picked up one by one and at one hand till a sample of size n is attained. The units bearing their respective numbers in the chits form a simple random sample. അപ്പോൾ ആ യൂണിറ്റ്സ് നമ്മൾ പിന്നെ എടുക്കുന്ന ആ യൂണിറ്റ്സാണ് സിമ്പിൾ റാൻഡം സാമ്പിൾ ആയിട്ട് കണക്കാക്കുക. If the chits are replaced into a bowl, we get a simple random sample with replacement. നമ്മളൊരു ചിട്ട് എടുത്തിട്ട് വീണ്ടും അടുത്ത ആൾ എടുക്കുന്നതിന് അത് റീപ്ലേസ് ആ ബൗളിലേക്ക് റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും എടുക്കുമ്പോൾ അതിനെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയും. If they are not replaced, we get a simple random sampling without replacement. Okay, so that method is called എന്താണ്? ലോട്ടറി മെത്തേഡ്. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ചിട്ടുകളൊക്കെ അല്ലെങ്കിൽ ഇത്രയും സ്ലിപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എ പ്രാക്ടിക്കൽ ഡിസഡ്വാൻറ്റേജ് വിത്ത് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ലെബോറിയസ് ടാസ്ക് ടു പ്രിപ്പയർ എ ഐഡന്റിക്കൽ ചിറ്റ്സ് and draw sufficient number of units to be included in the sample if the population size is large or both. സാമ്പിൾ സൈസിൽ പോപ്പുലേഷൻ സൈസിൽ ലാർജ് ആണെങ്കിൽ ഈ മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. It is time consuming also. In such cases one can simulate this process on a complete or using table of random numbers. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കേസിൽ നമ്മൾ വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ട്. So that is the using table of random number. അപ്പോൾ എന്താണ് table of random number എന്ന് പറയുന്നത്? So let us consider the table of random number. അപ്പോൾ ഞാൻ വേണമെങ്കിൽ table of random നിങ്ങൾക്ക് കാണിക്കാം. Suppose in a table of random number, digits from 0 to 9 are arranged randomly in a set of 5. അല്ലേ? അതെ. ഇത് തൽക്കാലം ഇതായിരിക്കും. ഇപ്പോൾ 5 നമ്പറുള്ള നമ്പറുകൾ 6, 1, 4, 2, 4. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നമ്പറുകൾ നമ്മൾ അറേഞ്ച് ചെയ്യും. വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം എനി പേജ് ഓഫ് ദി റാൻഡം നമ്പർ ടേബിൾ ആൻഡ് സ്റ്റാർട്ട് ഫ്രം എനി പ്ലേസ്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് ദ പോപ്പുലേഷൻ സൈസ് n ഈസ്
It's a k digit number. Then read off continuously all k digit numbers either horizontally or vertically. Find the biggest multiple of n in k digits and discard all number greater than the biggest multiple. ഉദാഹരണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് യു ചൂസ് എ k digit number in less than, ഞാൻ ഉദാഹരണം വായിക്കാം. ഫോർ എക്സാമ്പിൾ n equal to 350, then k is equal to 3, 350, 350. ഓക്കെ, 350 k എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞത് 3 ആണ് ഹൊറിസോണ്ടലായിട്ട് നോക്കി. സോ ബിഗ്ഗസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് n in 3 digits is ഇതിനെ നമുക്ക് ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1000 കയറും, 1150 ആവും അല്ലേ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും 3 ഡിജിറ്റ് നമ്പർ തന്നെയായിട്ട് 700 കിട്ടി. ഓക്കെ, ഡിസ്കാർഡ് ഓൾ നമ്പർ ഗ്രേറ്റർ ദാൻ 700. 700 മുകളിലുള്ള എല്ലാ നമ്പറും നമ്മൾ ഒഴിവാക്കുന്നു. ഇഫ് ദ ചോസൺ നമ്പർ ഈസ് 858. ഓക്കെ, നമ്മൾ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് 858 ആണെന്ന് വിചാരിക്കുക. ഈ നമ്പർ ലെസ് ദാൻ 350 ആണെങ്കിൽ, ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 350, സേ 229, അതിനേക്കാൾ ചെറുതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 700-നേക്കാളും മുകളിൽ വന്നാൽ 3 ഡിജിറ്റ് നമ്പറുകളാണ് നമ്മളെല്ലാം എടുക്കുന്നത്. ആ 3 ഡിജിറ്റ് നമ്പറിൽ നമ്മൾ റാൻഡമായിട്ട് എടുത്ത ഡിജിറ്റ് നമ്പറിൽ അത് 858 വരുന്നതെങ്കിൽ അത് നമുക്ക് ഡിസ്കാർഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന 229 ആണെങ്കിൽ നമ്മളത് 350-നേക്കാളും താഴെ ആയതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സപ്പോസ് ദിസ് ഈസ് എ നമ്പർ 659, അതെന്തിനാണ്? 2ന്റെ ഇടയിലാണ്, 350-ന്റെയും 700-ന്റെ ഇടയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ 350 കൊണ്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ആ 350 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? ബാലൻസ് ഉള്ളത് ഒരു പ്രാവശ്യം 350 ഫുൾ ഉണ്ട്, പിന്നെ ബാലൻസ് ഉള്ള 309 ആണ്. ആൻഡ് ദ യൂണിറ്റ് വിത്ത് നമ്പർ 309 ഈസ് അക്സെപ്റ്റഡ്. മനസ്സിലായല്ലോ? അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് മോൾ തൊട്ട് മോൾ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ. ഒരു നമ്പർ പോപ്പുലേഷൻ്റെ സൈസ് 350 ആണെന്ന് വിചാരിക്കുക. 350 ആണെങ്കിൽ 3 പൊസിഷനാണുള്ളത് അല്ലേ. അപ്പോൾ ഈ 3 ഡിജിറ്റ് നമ്പറിലുള്ള ബിഗ്ഗസ്റ്റ് മൾട്ടിപ്പിൾ, ഇതിൽ തന്നെ ബിഗ്ഗസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 350 × 2 ആണ്. അതൊരു 3 ഡിജിറ്റ് നമ്പറാണ്, 700 ആണ്. ഇനി നമ്മുടെ ക്രൈറ്റീരിയ എന്താണ്? നമ്മളിപ്പോൾ ഇനി ഈ 3 ഡിജിറ്റ് നമ്പറുകളെല്ലാം റാൻഡായിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ റാൻഡായിട്ട് എടുക്കുന്ന 3 ഡിജിറ്റ് നമ്പർ 700-നേക്കാളും മുകളിലാണെങ്കിൽ ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ഇനി നമ്മൾ എടുക്കുന്ന നമ്പർ 350-നെങ്കിലും താഴെയാണെങ്കിൽ നമ്മൾ ആ എടുക്കുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇൻ ബിറ്റ്വീൻ 350 ആൻഡ് 700 ആണെങ്കിൽ നമ്മൾ 350 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ബാക്കി വരുന്ന റിമൈൻഡർ അത് 309 ആണ്. ആ 350-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യും? ആ യൂണിറ്റിൻ്റെ ഡാറ്റ നമ്മൾ സെലക്ട് ചെയ്യും. ഇതാണ് ടേബിൾ ഓഫ് റാൻഡം നമ്പർ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ടേബിൾ ഓഫ് റാൻഡം നമ്പർ പ്രൊസീജിയർ. സോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് n in k digits and discard all the number greater than the biggest multiple. If a chosen k digit number is less than n, it is taken as such. If the chosen number lies between n and the biggest multiple of n in k digits, it is divided by n and the remainder is taken. Then steps are repeated till we get a required sample of size n. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് അവസാനം നമുക്ക് ആവശ്യമുള്ള സാമ്പിൾ സൈസ് കിട്ടുമ്പോൾ we will stop the experiment. Okay. So I think